നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സിസേറിയന് പിന്നാലെ നവജാത ശിശു മരിച്ചു. ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ ചികിത്സാ പിഴവാണ് മരണകാരണമെന്നാരോപിച്ച് നാട്ടുകാരും ബന്ധുക്കളും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. പാലോട് സ്വദേശിനിയായ നിരഞ്ജനയുടെ കുഞ്ഞാണ് മരിച്ചത്. പൂർണ്ണ ഗർഭിണിയായ നിരഞ്ജനയെ കഴിഞ്ഞ ദിവസമാണ് പരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഉടൻ അഡ്മിറ്റ് ചെയ്ത യുവതിയെ പുലർച്ചെ 4 മണിയോടെ ലേബർ റൂമിലേക്ക് മാറ്റി. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ശസ്ത്രക്രിയ നടന്നത്. ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ കുഞ്ഞ് മരിച്ച വിവരം ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. ശ്വാസതടസ്സമാണ് മരണകാരണമെന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ വിശദീകരണം. എന്നാൽ ഗൈനക്കോളജി വിഭാഗം ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ് കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ചികിത്സയിൽ പിഴവുള്ളതായി ആരോപിച്ച് ബന്ധുക്കളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടി പ്രതിഷേധിച്ചു. സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ടിനെയും RDOയെയും പ്രതിഷേധക്കാർ തടഞ്ഞുവെച്ചു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ RDO ജയകുമാർ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ ഡോക്ടർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും RDO ഉറപ്പു നൽകി. ഡെലിവറിക്കിടയിൽ കുട്ടി മരിച്ചതായിട്ടാണ് അറിയുന്നത്. ഞാൻ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചു. ഇനി ആരെങ്കിലും ഭാഗത്തുനിന്ന് ഡോക്ടർ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിരുന്നെങ്കിൽ കർശന നടപടി ഉണ്ടാകും. റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സർക്കാരിൽ സബ്മിറ്റ് ചെയ്യും. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് നടത്തിയ പരിശോധനകളിൽ കുഴപ്പമില്ലെന്ന് അറിയിച്ചിരുന്നതായും മരണത്തിൽ വ്യക്തമായ മറുപടി ലഭിക്കാതെ പിന്മാറില്ലെന്നുമാണ് ബന്ധുക്കളുടെ നിലപാട്. വിസ്മയ ന്യൂസ്, നെടുമങ്ങാട്.